ഹലോ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഹാപ്പി ന്യൂ ഇയർ. കാരണം നമ്മൾ വീഡിയോ ഇടുന്നത് ജാനുവരി 1-നാണ് 2024. ഞാൻ എല്ലാ വർഷവും സാധാരണഗതിയിൽ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രോളും സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം സാഡ്ലി അങ്ങനെയൊന്നുമില്ല. ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഒന്നാമത്തെ കാര്യം പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും കിട്ടിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസിന് വ്യൂസും കുറവായിരുന്നു. എനിവേ അത് പോട്ടെ, നമുക്ക് ഇന്നത്തെ മെയിൻ കണ്ടൻറ്റിലേക്ക് വരാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മൾ ഇത്രയും കാലം ടൊയോട്ട മാരുതിയുടെ വണ്ടി എടുത്ത് റീബാഡ് ചെയ്യുന്നത് കണ്ടു. ആദ്യം ഗ്ലാൻസ ചെയ്തു, പിന്നെ അർബൻ ക്രൂസർ ഹൈറൈഡർ ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റോമിയോൺ വന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡറിൻ്റെ ഒരു സംഭവം വന്നായിരുന്നു. പക്ഷേ അതിലേക്ക് ടൊയോട്ടയുടെ ഹൈബ്രിഡ് എഞ്ചിൻ അവർ കൊടുത്തിട്ടുണ്ട്, 1.5 ലിറ്റർ എഞ്ചിൻ. അതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി റീബാസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതൊന്നും കൂടാതെ ഈ അടുത്ത് മാരുതി സുസുക്കി ആദ്യമായിട്ട് ടൊയോട്ടയുടെ ഒരു വണ്ടി ഇന്ത്യയിലെടുത്ത് റീബാഡ്ജും ചെയ്തു. അതാണ് നമ്മുടെ ഇൻവിക്ടോ. അത് ഹൈക്രോസിൻ്റെ റീബാസ്റ്റ് വേർഷനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ടൊയോട്ട മാരുതിയുടെ അടുത്ത് അല്ലെങ്കിൽ സുസുക്കിയുടെ അടുത്ത് 2 വണ്ടികൾ ഇന്ത്യയിൽ റീബാഡ് ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചു. ആ 2 വണ്ടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ജിംനിയാണ്. ഇവിടെ 5 ഡോർ ജിംനി അവർ ഈ അടുത്ത് ഇറക്കിയായിരുന്നല്ലോ. അതുപോലെ അടുത്ത വണ്ടി പുതിയ ജനറേഷൻ സ്വിഫ്റ്റ്, അതായത് 4th ജനറേഷൻ സ്വിഫ്റ്റും ഈ അടുത്ത് ഗ്ലോബലി അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ അതോടെ തന്നെ വരും. 2024 സ്റ്റാർട്ടിങ്ങിലെ വണ്ടിയുടെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഉണ്ട്. ഇതിൻ്റെ സ്പെക്സൊക്കെ ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്നാൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ടൊയോട്ടയ്ക്ക് മാരുതി സുസുക്കി ഈ 2 വണ്ടികളും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ജിംനിയുടെ കേസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാര്യം, ജിംനി മാരുതി സുസുക്കിക്ക് ഇന്ത്യയിലൊരു വളരെ സ്ലോ സെല്ലിംഗ് വാഹനമാണ്. കാരണം എല്ലാ മാസവും അതിൻ്റെ സെയിൽ പതുക്കെ കുറഞ്ഞു വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇറങ്ങിയ സമയത്ത് നോക്കുകയാണെങ്കിൽ 2500-3000-നടുത്തൊക്കെ സെയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ മാസം ചെല്ലും തോറും, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം നവംബർ മാസത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ, ബൈ ഡിസംബറിലെ സെയിൽസ് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. എനിവേ നവംബറിൽ 1000-നടുത്ത് മാത്രമേ ഒരു വാഹനത്തിന് സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ വളരെ ബേസിക് ആയിട്ടാണ് ഈ വണ്ടി അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരു മാസം ഏകദേശം 2000-3000 വണ്ടികളൊക്കെ വിൽക്കാനുള്ളതുണ്ടായിരുന്നു. പക്ഷേ അതിലും താഴെയാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ സെയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്തിൻ്റെ പ്രൈസൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. 10.74 lakhs ഇപ്പോൾ നമുക്ക് ജിംനിയുടെ ബേസ് മോഡൽ കിട്ടുന്നത്. പണ്ടത്തേക്കാൾ 2 ലക്ഷം രൂപ സീറ്റ മോഡലിന് വില കുറച്ചു. ആൽഫ മോഡലിന് പണ്ടത്തേക്കാൾ 1 ലക്ഷം രൂപയും വില കുറച്ചു. ഇത് ടൊയോട്ട എടുത്ത് റീബാഡ് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ മാരുതിക്ക് വേണമെങ്കിൽ ഒരു മാസം സുഖമായിട്ട് 10-2000 വണ്ടി ടൊയോട്ടയ്ക്ക് തന്നെ വിൽക്കാൻ പറ്റും. കാരണം അവർക്ക് ഓൾറെഡി ഏറ്റവും ടോപ്പ് സ്റ്റേബിളിൽ ഫോർച്യൂണർ എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട്. അത് 4x4 കേപ്പബിലിറ്റീസൊക്കെ ഉള്ള അത്യാവശ്യം നല്ല റഗഡ് ആയിട്ടുള്ള ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വണ്ടിയാണ്. ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ള അങ്ങനത്തെ ചെറിയ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ പ്രൈസും വളരെ കൂടുതലാണ്. അതിൻ്റെ താഴെ അവർക്ക് ഈസി ആയിട്ട് ഒരു 4x4 ഓഫ് റോഡ് വാഹനം എന്ന രീതിയിൽ വിൽക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ പറയുന്ന ജിംനി, അത് റീബാഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ മാരുതി സുസുക്കിക്ക് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു വണ്ടി റീബാഡ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജിംനി എന്ന് പറയുന്ന വാഹനം അവർക്ക് ഗ്ലോബലി അത്യാവശ്യം നല്ല പ്രസൻസ് ഉള്ളൊരു വാഹനമാണ്. അതായത് അവരുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ബ്രാൻഡ് നെയിമാണ് എന്ന് പറയാം. അത് ടൊയോട്ടയ്ക്ക് കൊടുത്ത് റീബാഡ് ചെയ്ത് ആ വാഹനത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത്. സാധാരണ ടൊയോട്ട വണ്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പറയാറില്ല, എടുത്ത് കൊടുക്കാറേ ഉള്ളൂ. ഇതുവരെ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ ജിംനിയുടെ ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് പേര് ചിരിക്കുമായിരിക്കും. കാരണം ഈ വണ്ടിക്ക് എന്ത് ബ്രാൻഡ് വാല്യൂ, ഇതൊരു ചുമ്മാ മറ്റേ പപ്പടം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് കളിയാക്കുമായിരിക്കും. പക്ഷേ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ പ്രസൻസ് ഉള്ളൊരു വാഹനമാണ് 3 ഡോർ ജിംനി. പുറത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനെ ജി വാഗൺ വെച്ചും അതുപോലെ അവിടുത്തെ റാംഗ്ലർ അല്ലെങ്കിൽ എങ്ങനത്തെ വണ്ടികളാണെങ്കിലും അതൊക്കെ വെച്ച് ഡയറക്റ്റ് ഓഫ് റോഡിൽ കമ്പയർ ചെയ്യുന്ന വണ്ടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പോപ്പുലറുമാണ് നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ജിംനി. ഇന്ത്യയിൽ പിന്നെ ഒരു 5 ഡോർ ആക്കി അത്യാവശ്യം പ്രൈസും കൂടെ കൂട്ടിയോണ്ടാണ് അത്രയും വലിയ സെയിൽ അവർക്ക് കൈവരിക്കാൻ പറ്റാണ്ടിരുന്നത്. ഈ ഇൻഫാക്റ്റ് ഇവിടെയും താറും വെച്ചൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കമ്പയർ ചെയ്യുന്നുണ്ട്. വണ്ടി ഇറങ്ങിയ സമയത്തൊക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ കമ്പാരിസൺസ് നമുക്ക് കാണാം. ഈ ജിംനി കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കൂടെ അവരൊരു ഉപമയും കൂടെ പറഞ്ഞായിരുന്നു. അതായത്, ഞങ്ങളിപ്പോൾ ടൊയോട്ടയുടെ അടുത്ത് പോയി ഒരു ലാൻഡ് ക്രൂസർ 300 സീരീസ് എടുത്ത് റീബാഡ് ചെയ്യുന്നതിനെ പറ്റി ചോദിക്കുന്ന പോലെയാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ജിംനി ചോദിക്കുന്നത് എന്നാണ്. എഗെയിൻ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുമായിരിക്കും. ലാൻഡ് ക്രൂസർ എവിടെ കിടക്കുന്നു, ജിംനി എവിടെ കിടക്കുന്നു. ലാൻഡ് ക്രൂസറും ഗ്ലോബലി വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വാഹനമാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ 300 സീരീസൊക്കെ ഏകദേശം 2, 3, 4 വർഷം വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്ന ഒരു വണ്ടി കൂടിയാണ് സെയിൽ ഔട്ടായിട്ട്. പക്ഷേ സംഭവം സിമ്പിളാണ്. നമ്മൾ പുറത്തെ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ അത്രയും തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അവിടെ ജിംനി. ഇത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് ജിംനിയുടെ കാര്യത്തിൽ വലിച്ചു കിട്ടുന്നില്ല. പക്ഷേ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ് കൊടുക്കേണ്ടിരുന്നത് എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുമായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ സ്വിഫ്റ്റും ജിംനിയും തമ്മിൽ ബന്ധമുണ്ടെന്നല്ല, പക്ഷേ പോപ്പുലാരിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ബന്ധമുണ്ട്. കാരണം പുറത്ത് സുസുക്കി അത്ര ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡൊന്നും അല്ല നമുക്ക് ഇന്ത്യയിലുള്ളതുപോലെ. പക്ഷേ എന്നാൽ അവരുടെ ചില മോഡൽസ്, ഇപ്പോൾ ജിംനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, അതുപോലെ തന്നെയാണ് സ്വിഫ്റ്റ്. കാരണം ഗ്ലോബലി സുസുക്കിക്ക് ഒരു പ്രസൻസ് ഉണ്ടാക്കി കൊടുത്ത ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ്. കുറേ സ്ഥലങ്ങളിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പുറത്തേക്ക് വണ്ടി ഓൾ വീൽ ഡ്രൈവിൽ അവൈലബിൾ ആണ്. 1.4 ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. 140 bhp അടുത്തൊക്കെ പണ്ട് പവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ
ഹൈബ്രിഡൊക്കെ ആയത് പിന്നെ 127 bhp അടുത്തൊക്കെയാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ വേരിയൻസിലും ഒരു സ്പോർട്ടി ഹാച്ച് ബാക്ക് ഒക്കെ ആയിട്ട് പുറത്തറിയപ്പെടുന്ന ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ്. ആ ഒരു ബ്രാൻഡ് നെയിം, അതായത് നമ്മൾ ജിമ്നിക്ക് കണ്ട ബ്രാൻഡ് നെയിം ഈ വാഹനത്തിനും പുറത്തുണ്ട്. അതാണ് അവർ പറഞ്ഞ ഒരു റീസൺ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ടൊയോട്ട ഇതെടുത്ത് റീബാഡ്ജ് ചെയ്യുന്നതിൽ വലിയൊരു സംഭവമൊന്നുമില്ല. കാരണം ഗ്ലാൻസയും സ്വിഫ്റ്റും പുതിയ ജനറേഷൻ വരുമ്പോൾ ഏകദേശം സിമിലർ പ്രൈസ് പോയിന്റിലായിരിക്കും വരുന്നത്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 50,000 രൂപ, അല്ലെങ്കിൽ ഏറ്റവും അങ്ങേ അറ്റത്താണെങ്കിൽ 1,00,000 രൂപയുടെ ഡിഫറൻസ് കാണും. ആ 1,00,000 രൂപയുടെ ഡിഫറൻസിൽ കൂടുതൽ ആൾക്കാരും ചിലപ്പം ഗ്ലാൻസ പ്രിഫർ ചെയ്യും ഇവർ സ്വിഫ്റ്റ് റീബാഡ്ജ് ചെയ്താലും. മാത്രമല്ല മാരുതിക്ക് 2 ഡീലർഷിപ്പ് ഉണ്ട്, അരീനയുണ്ട്, നെക്സയുണ്ട്. 2 ഡീലർഷിപ്പുകളിലായിട്ടാണ് അവർ 2 വണ്ടികൾ നിൽക്കുന്നത്. അതുകൊണ്ട് അവരിങ്ങനത്തെ 2 വണ്ടികൾ ഇറക്കിയാലും അത് തമ്മിൽ കൊളൈഡ് ചെയ്യില്ല. ഇങ്ങനെ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ 2 ഡീലർഷിപ്പുകളും കൂടെ ഒരുമിച്ച് പോകണം. അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അരീനയും നെക്സയും ഒറ്റ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. എന്തായാലും അതാണ് സ്വിഫ്റ്റിൻ്റെ കാര്യം. പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നതും ടൊയോട്ട അവരുടെ നെക്സ ഡീലർഷിപ്പിൻ്റെ അണ്ടറിൽ വരുന്ന വണ്ടികൾ എടുത്ത് റീബാഡ്ജ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരെണ്ണം അല്ലായിരുന്നു അർബൻ ക്രൂസറാണ്. ബാക്കി വണ്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ പുതിയ സെക്കൻഡ് ജെൻ സെലേറിയോ ടൊയോട്ട വിറ്റ്സ് എന്ന് പറഞ്ഞ പേരിൽ പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഗെയിൻ അത് നെക്സയിൽ വരുന്ന വണ്ടിയൊന്നുമല്ല, പക്ഷേ അതിന് ടൊയോട്ടയുടെ ബ്രാൻഡ് നെയിമിൻ്റെ ഒരു പോപ്പുലാരിറ്റി അവിടെ കിട്ടും. കാരണം ഈ വണ്ടി സുസുക്കിയുടെ പേരിൽ പുറത്തേക്ക് അവർ കൊണ്ട് വിൽക്കുകയാണെങ്കിൽ ആരും വാങ്ങാൻ പോകുന്നില്ല. പക്ഷേ ടൊയോട്ടയുടെ ബ്രാൻഡ് നെയിമിൽ വരുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഇത് വാങ്ങുകയും ചെയ്യും. അതാണ് ടൊയോട്ടയ്ക്ക് ഗ്ലോബലി ഉള്ള പ്രസൻസും സുസുക്കിക്ക് ഗ്ലോബലി ഉള്ള പ്രസൻസിലും കൂടുതൽ ഒരു ബ്രാൻഡ് വാല്യൂയുടെ കാര്യമാണ് പറയുന്നത്. കാരണം ടൊയോട്ടയ്ക്ക് നല്ല രീതിയിൽ സെയിൽസ് കിട്ടുന്നുണ്ട്. മാത്രമല്ല കുറേ കാലമായിട്ട് റിലയബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ടാക്കി വരുന്നൊരു കമ്പനി കൂടിയാണ് ടൊയോട്ട. എന്തായാലും ഇത്രേ ഉള്ളൂ. ന്യൂ ഇയർ ആയിട്ട് എനിക്ക് എന്തെങ്കിലും സാധാരണ നമ്മൾ ചെയ്യുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ന്യൂ ഇയർ സ്പെഷ്യൽ ഒന്നും അല്ലെങ്കിലും ഇതൊരു നോർമൽ വീഡിയോ ആണ്. എന്നാൽ പോലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് അതിൽ ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലത്തെ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.